ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജീവശാസ്ത്രത്തിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ അടുത്ത കാലത്തെ PSC പരീക്ഷകളിലെ ചോദ്യപേപ്പറുകളും മുൻകാല കണക്റ്റഡ് ഫാക്ട്സും SCRTയും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ജീവികളുടെ സസ്യങ്ങളുടെ എന്താണ് ശാസ്ത്രീയ നാമങ്ങളാണ്. അത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. മറ്റൊന്ന് ജീവി വർഗങ്ങളെക്കുറിച്ച് അതിൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വന്നത്, ഈ അടുത്ത് സെയിൽസ്മാൻ വന്നൊരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജീവി വർഗങ്ങളിൽ ഏറ്റവും വൈവിധ്യമുള്ളത് ഏതാണ്? ഷഡ്പദങ്ങളാണ്. അപ്പോൾ ഷഡ്പദങ്ങളുമായി ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിലെ ഒരു SCRT പാഠമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ, അതിന്ന് വന്ന മുൻകാല ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ചോദ്യം ഇതായിരുന്നു: ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗം ഏത് എന്നാണ് ചോദിച്ചത്. ജന്തുക്കളിൽ ഏറ്റവും അധികം ജൈവ വൈവിധ്യമുള്ള ജീവിവർഗം ഏതാണ്? ഞാനൊന്ന് പേസ്റ്റ് ചെയ്യട്ടെ. പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരൊറ്റ മിനിറ്റ് അത് ഫോണ്ട് ഒന്ന് മാറ്റണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കാണുമ്പോൾ ആകെ ബുദ്ധിമുട്ടായി തോന്നും. ഒരൊറ്റ മിനിറ്റ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗം ഏതാണ്? ജന്തുക്കളിൽ ഏറ്റവും അധികം വൈവിധ്യമുള്ള ജീവിവർഗങ്ങൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ? SCRT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുമുണ്ട്. അത് ഷഡ്പദങ്ങളാണ്. ഇപ്പം സാധാരണ നിങ്ങൾക്കറിയാം, മനുഷ്യ ശരീരവും അതുപോലെ തന്നെ പൊതുജനാരോഗ്യവുമാണ് PSC പരീക്ഷകൾക്ക് വരാറ്. പക്ഷേ ഈ ചോദ്യവും വരാറുണ്ട്. ഇതേ സിലബസ് വെച്ചിട്ടാണ് ചോദിച്ചത്. ഇപ്പം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, പണ്ടും വന്നിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ നോക്കുക. ഇവിടെ ജീവി വർഗം എന്ന് പറയുമ്പോൾ അവിടെ ക്ലാസ് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ടാക്സോണമിയെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചിട്ടാണ്? ടാക്സോണമിയെ കുറിച്ചാണ്. ആ ടാക്സോണമിയെ കുറിച്ച് പഠിക്കുമ്പോൾ ടാക്സോണമിയുടെ പിതാവ് ആര് എന്നൊരു ചോദ്യം വരും. ഇത് ടാക്സോണമിയുമായി ബന്ധപ്പെട്ട ഭാഗം തന്നെയാണ്. ടാക്സോണമി, വർഗീകരണം. അപ്പൊ ഇവിടെ ഇതിന്റെ പിതാവ് ആരാണ് എന്നൊരു ചോദ്യം വരും. വർഗീകരണത്തിന്റെ പിതാവ്, ആധുനിക വർഗീകരണത്തിന്റെ പിതാവ്. ആധുനിക വർഗീകരണത്തിന്റെ പിതാവ് കാൾ ലിന്നേയസ് ആണ്. കാൾ ലിന്നേയസ് ആണ്. ആധുനിക വർഗീകരണത്തിന്റെ പിതാവ് ആരാണ്? ഓർത്തിരിക്കണം, ആധുനിക വർഗീകരണത്തിന്റെ പിതാവ് പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചതാണ്. കാൾ ലിന്നേയസ് ആണ്. ടാക്സോണമിയുമായി ബന്ധപ്പെട്ട ഇത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലുണ്ട്. കാൾ ലിന്നേയസ് ആണ്. അദ്ദേഹം സ്വീഡൻകാരനായിരുന്നു എന്നും അവിടെ പറയുന്നുണ്ട്. അദ്ദേഹം സ്വീഡൻകാരനായിരുന്നു. അപ്പോൾ ഇദ്ദേഹമാണ് വർഗീകരണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി. അതും പുസ്തകത്തിലുണ്ട്, പരീക്ഷയ്ക്ക് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ദ്വിനാമ പദ്ധതി എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ. അത് കൊണ്ടുവന്നതും ആവിഷ്കരിച്ചതും ആര് തന്നെയാണ്? അതും കാൾ ലിന്നേയസ് ആണ്. ഇപ്പൊ കാൾ ലിന്നേയസിനെ ഓർക്കുമ്പോൾ ആധുനിക വർഗീകരണത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ആധുനിക ടാക്സോണമിയുടെ പിതാവ് മാത്രമല്ല, ജീവികൾക്ക് ഇപ്പോൾ ഹോമോ സാപ്പിയൻസ് എന്നാണ് മനുഷ്യനെ പറയുക. അതിൽ ഹോമോ എന്നും സാപ്പിയൻസ് എന്നും 2 നാമങ്ങളുണ്ട്. അങ്ങനെയുള്ള ദ്വിനാമ വർഗീകരണത്തിന്റെ പിതാവ് അല്ല, വർഗീകരണം ആവിഷ്കരിച്ച ആളും ആര് തന്നെയാണ്? കാൾ ലിന്നേയസ് ആണ്. പുതിയ വർഗീകരണ മാനദണ്ഡങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ പുതിയ വർഗീകരണ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ പലതുമുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയയിൽ എന്ത് വന്നിട്ടുണ്ട്? മറ്റത് ജീവികളുടെ ബാഹ്യഘടന, ആന്തരിക അവയവങ്ങൾ, അതുപോലെ തന്നെ സ്വഭാവ സവിശേഷതകൾ, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെയും ഒരു നായയുടെയും സ്വഭാവ സവിശേഷതയിൽ എന്തുണ്ട്? സമാനതയുമുണ്ട്, വ്യത്യാസവുമുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു നായയുടെയും തേനീച്ചയുടെയും അതിലെന്തുണ്ട്? അതിൻ്റെ ആന്തരികാവയവങ്ങൾ തമ്മിൽ എന്തുണ്ട്? ചില സമാനതയുണ്ട്, ചില വ്യത്യാസമുണ്ട്. അങ്ങനെ, അല്ലെങ്കിൽ ബാഹ്യഘടനയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ക്ലാസിഫിക്കേഷനിൽ സെൽ സ്ട്രക്ചർ, ക്രോമോസോം സ്ട്രക്ചർ, അതുപോലെ ജനിതക DNA ഇതൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, 6 കിങ്ഡങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. കിങ്ഡം എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം. 6 കിങ്ഡങ്ങൾ ഉണ്ട്. എന്താണ് കിങ്ഡം നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ആദ്യം 6 കിങ്ഡം എന്താണെന്ന് നോക്കാം.
അപ്പോൾ ആ 6 കിങ്ഡങ്ങൾ ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്കൊരു ശാസ്ത്രജ്ഞനെ ഓർക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് കാൾ ലിനേയസിനെ പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ശാസ്ത്രജ്ഞനാണ് പാഠപുസ്തകത്തിലുണ്ട്. അതേതാണ്? കാൾ വൂസ് ആണ്. കാൾ വൂസ്. എന്താണ് കാൾ വൂസിന്റെ പ്രത്യേകത? അദ്ദേഹം ഒരു ഉയർന്ന ഡൊമൈൻ എന്ത് കൂടി കൊണ്ടുവന്നു? അദ്ദേഹം കാൾ വൂസ് ഒരു ഡൊമൈൻ കൂടി കൊണ്ടുവന്നു. ഒരു ഉയർന്ന ഡൊമൈൻ കൂടി കൊണ്ടുവരുന്നുണ്ട്. ഏതെല്ലാമാണ്? അതൊന്ന് ഓർത്തു വെച്ചാൽ മതി, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കൊണ്ടാണ്. ബാക്ടീരിയ, ആർക്കിയ, യുക്കാരിയ എന്നൊരു തലം കൂടി കൊണ്ടുവന്നു. ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടണ്ട, എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 6 കിങ്ഡങ്ങളുണ്ട്. കാൾ വൂസ് ഒരു ഡൊമൈൻ കൂടി കൊണ്ടുവന്നു. അത് ബാക്ടീരിയ, ആർക്കിയ, യുക്കാരിയ. ഇപ്പൊ ഏതൊക്കെയാണ്? ബാക്ടീരിയ, ആർക്കിയ, യുക്കാരിയ. ഇനി ടാക്സോണമിയുടെ ഹൈറാർക്കി. ഒരു ഹൈറാർക്കി എന്താണ്? നമുക്ക് ഈ ചിത്രത്തിന് മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നോക്കി നമുക്ക് ഇനി ഇതിനെ എളുപ്പം മനസ്സിലാക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ഞാനൊന്ന് എടുക്കട്ടെ. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് എടുക്കാം. ഇപ്പൊ ടാക്സോണമി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ വർഗീകരിച്ചിരിക്കുകയാണ്. എന്തിനെയാണ് വർഗീകരിച്ചിരിക്കുന്നത്? ജീവവർഗങ്ങളെയാണ് വർഗീകരിച്ചിരിക്കുന്നത്. ആ വർഗീകരണത്തിൽ നിങ്ങൾക്ക് നേരെ കണ്ടില്ലേ? കിങ്ഡം കാണുന്നുണ്ടാവും. കണ്ടുണ്ടാവും. ഫൈലം, ക്ലാസ് ആണ് ഇവിടുത്തെ പരീക്ഷയ്ക്ക് വന്നത്. വർഗം. ജീവി വർഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ഇത് ഏതാണ് എന്നാണ് ചോദിച്ചത്. ഷഡ്പദങ്ങളാണ്. ഷഡ്പദങ്ങൾ ഒരു വർഗമാണ്, ക്ലാസ്. അത് കഴിഞ്ഞ ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. പേടിക്കണ്ട, നമുക്കിത് വിശദമായി പഠിക്കാം. 5ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് എടുത്താണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിൽ വേറൊന്നും കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഒരു ചിത്രം കൂടിയുണ്ട്, 2 ചിത്രങ്ങൾ കൂടിയുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ അവിടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അതും കൂടി വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരു ചിത്രം കൂടിയിട്ട്. ഈ ചിത്രവും ഓർക്കണം. ഓരോ കിങ്ഡത്തിലും വരുന്ന ഒരു ഉദാഹരണം അവിടെ തന്നിട്ടുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ചിത്രങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. കാരണം എന്താണ്? അതൊക്കെ നമ്മളൊന്ന് നോക്കി വെച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ സബ് ഹെഡിങ്സ്, അതുപോലെ തന്നെ നിങ്ങൾ പറയില്ലേ പെട്ടിയിൽ വരച്ചു വെച്ച കാര്യങ്ങൾ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ധാരാളം വരും. അതുപോലെ അവിടെ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ഓർത്തിരിക്കണം. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാൻ ധാരാളം സാധ്യതയുണ്ട്. അപ്പം ഈ 3 ചിത്രങ്ങൾ നോക്കുക. 3 ചിത്രങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? വർഗീകരണത്തിലെ ഓരോ തലവുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ഏതാ? വർഗീകരണത്തിലെ ഓരോ തലവുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് സ്പീഷീസ് എന്താണെന്ന് നോക്കാം. സ്പീഷീസ് എന്താണ്? സ്പീഷീസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. എന്താണ് സ്പീഷീസ് എന്ന് പറയുന്നത്? വർഗീകരണത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. ഇപ്പൊ സ്പീഷീസ് ഇവിടെ നോക്കൂ. വർഗീകരണത്തിൽ ഏറ്റവും അവസാനം വരുന്നതാ. വർഗീകരണത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്, അടിസ്ഥാന തലമാണ്. അടിസ്ഥാന ഘടകമല്ല, അതിന് അടിസ്ഥാന തലം എന്ന് പറയണം. അടിസ്ഥാന തലമാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. സ്വാഭാവിക സാഹചര്യങ്ങളിൽ പരസ്പരം ഇണചേർന്ന് നോക്കൂ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് സ്പീഷീസ് എന്ന് ടെക്സ്റ്റ് ബുക്ക് ഡിഫൈൻ ചെയ്യുന്നു? സ്വാഭാവിക സാഹചര്യം. ആ സ്വാഭാവിക സാഹചര്യങ്ങളിൽ പരസ്പരം ഇണചേർന്ന്, സ്വാഭാവിക സാഹചര്യത്തിൽ പരസ്പരം ഇണചേർന്ന്, പരസ്പരം എന്ത് ചെയ്യുന്നു? ഇണചേർന്ന് പ്രത്യുൽപാദന ശേഷിയുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജീവികളാണ്.
ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് പറയാൻ പറ്റും, നമ്മളിപ്പോ വീട്ടിൽ വളർത്തുന്ന പൂച്ചേനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് പരസ്പരം ഇണ ചേർന്ന്, അല്ലെ, അതിന് സ്വാഭാവിക സാഹചര്യത്തിൽ പരസ്പരം ഇണ ചേർന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രത്യുൽപാദന ശേഷിയുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ നോക്കൂ, അതാണ് ഒരു സ്പീഷീസ് എന്ന് പറയും. അതുകൊണ്ടാണ് മനുഷ്യൻ സ്പീഷീസ് ആയത്. അപ്പൊ ആ സ്പീഷീസിൽ മനുഷ്യന്റെ ഹോമോസാപ്പിയൻസ് എന്നുള്ള സ്പീഷീസിൽ കുരങ്ങൻ വരില്ല. മനുഷ്യനും കുരങ്ങനും ഇണ ചേർന്ന് ഒരിക്കലും പ്രത്യുൽപാദന ശേഷിയുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല സ്വാഭാവിക സാഹചര്യത്തിൽ. അപ്പൊ സ്വാഭാവിക സാഹചര്യമായിരിക്കണം പരസ്പരം ഇണ ചേർന്ന് പ്രത്യുൽപാദന ശേഷിയുള്ള കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ജീവികളാണ് ഒരു സ്പീഷീസിൽ വരിക. അങ്ങനത്തെ വിവിധ സ്പീഷീസുകൾ വരും. ഇപ്പോൾ അതിൻ്റെ സ്പീഷീസ് ഏതാണെന്ന് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതേതാണ്? അതിൻ്റെ സ്പീഷീസ് ഫെലിസ് കാറ്റസ് ആണ്. ഇപ്പം ഫെലിസ് കാറ്റിസ് ആണ് അവിടുത്തെ സ്പീഷീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിൽ കാണാൻ പറ്റും, കണ്ട, ഇവിടെ ഫെലിസ് കാറ്റസ് എന്ന് പറഞ്ഞാൽ ഫെലിസ് ജനസിന്റെ സവിശേഷതയോടൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതകളും കാണിക്കുന്നു. അതാണ് ഫെലിസ് എന്തെന്ന് പറയുന്നത്. കാറ്റസ് എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. ഫെലിസ് കാറ്റസ് എന്ന് പറയുന്നു. അപ്പൊ ഫെലിസ് കാറ്റസ് എന്ന് പറഞ്ഞാൽ പൂച്ചകളാണ്. ആ പൂച്ചയിൽ തന്നെ, ഫെലിസിൽ തന്നെ കാറ്റസ് എന്നുള്ള സവിശേഷത കൂടി അത് കാണിക്കുന്നു. ഇവിടെ കാറ്റസ് സ്പീഷീസ് ആണ് എന്നോർക്കുക. കാറ്റസ് ആണെന്ത്? സ്പീഷീസ്. ഏറ്റവും അടിയിലുള്ള സ്പീഷീസ് ആണ് കാറ്റസ് എന്ന് പറയുന്നത് ഇവിടെ. ഇനി അതിന്റെ ജീനസ് എന്താ? ജീനസ് എന്ന് പറയുമ്പോൾ പരസ്പരം അടുത്തടുത്ത ബന്ധമുള്ള പരസ്പരം അടുത്തടുത്ത് ബന്ധമുള്ള സ്പീഷീസുകളെയാണ് ജീനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് വന്നു? സ്പീഷീസ് വന്നു. അങ്ങനെ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യുൽപാദന ശേഷിയുള്ള, പരസ്പരം ഇണ ചേർന്ന് പ്രത്യുൽപാദന ശേഷിയുള്ള അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള സ്പീഷീസുകൾ ചേർന്ന്, വ്യത്യസ്ത സ്പീഷീസുകൾ ചേർന്ന് എന്തായിട്ട് മാറുന്നു? ജീനസ് ആയിട്ട് മാറും. കണ്ടു? അടുത്ത തലം ഇവിടെ ചിത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ചെറിയ ശരീരവും ഗർജിക്കാത്തതുമായ പൂച്ചയുമുണ്ട്, കാട്ടുപൂച്ചയുമുണ്ട്. പൂച്ചയും കാട്ടുപൂച്ചയും ചേർന്നിട്ട് എന്തുണ്ടാവില്ല? പുതിയ ഒരു തലമുറ ഉണ്ടാവില്ല പ്രത്യുൽപാദന ശേഷിയുള്ളത്. പക്ഷേ പൂച്ചയ്ക്കും കാട്ടുപൂച്ചയ്ക്കും ചില സവിശേഷതകളുണ്ട്. അങ്ങനെ സവിശേഷതകൾ ചേർന്ന ഗ്രൂപ്പുകൾ ചേർന്ന്, അപ്പോൾ ഒരു ജീനസിൽ ഒന്നോ അതിലധികമോ സ്പീഷീസുകൾ ഉണ്ടാവും. ഒരു ജീനസിൽ ചിലപ്പോൾ ഒന്നോ അതിലധികമോ എന്തുണ്ടായിരിക്കും? ഇപ്പോൾ പൂച്ച, കാട്ടുപൂച്ച, ഒരു ജീനസ് വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പൂച്ച, അതുപോലെ തന്നെ കാട്ടുപൂച്ച. ഓക്കെ. അപ്പൊ അവിടെ ജീനസ് എന്ന് പറയുന്നത് ഇത് കാറ്റസ് ആണ് ഇതിന്റെ സ്പീഷീസ്, സാധാരണ പൂച്ചയുടെ. പക്ഷെ പൂച്ചയും കാട്ടുപൂച്ചയും അടങ്ങുന്ന ആ സ്പീഷീസ് ഉണ്ടല്ലോ. പൂച്ച എന്ന് പറയുന്നത് ഒരു സ്പീഷീസ് ആണ്, കാട്ടുപൂച്ച എന്ന് പറയുന്നത് വേറെ സ്പീഷീസ് ആണ്. അത് രണ്ടും കൂടി ചേർന്ന ജീനസ്. ആ ജീനസിനാണ് നമ്മൾ ഫെലിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഷീസ് ചേർന്ന് എന്തായിട്ട് മാറി? ജീനസ് ആയിട്ട് മാറി. ഇനി അടുത്തടുത്തുള്ള ജീനസുകൾ ചേർന്ന് എന്തായിട്ട് മാറി? അടുത്തടുത്തുള്ള ജീനസുകൾ ചേർന്ന് എന്തായിട്ട് മാറി? ഫാമിലി ആയിട്ട് മാറി. അടുത്തടുത്തുള്ള ജീനസുകൾ ചേർന്ന് ഫാമിലി ആയിട്ട് മാറി. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഫാമിലിയിൽ എന്ത് വരും? ഇപ്പോൾ ഇവിടെ മറ്റേ കാലിൽ ഉൾവലിയുന്ന നഖങ്ങളുള്ള പൂച്ച, കാലിൽ നമ്മുടെ പൂച്ചയുടെ കാല് കണ്ടിട്ടില്ലേ? അതിൻ്റെ നഖങ്ങൾ പെട്ടെന്ന് ഉള്ളിക്ക് വലിയും. അപ്പൊ അതിൽ പൂച്ച ഉണ്ട്, കാട്ടുപൂച്ച ഉണ്ട്, സിംഹമുണ്ട്, കടുവയുണ്ട്. ഇവരൊക്കെ കൂടി ചേർന്ന എന്തുണ്ടാവുന്നു? ഫാമിലി ഉണ്ടാവുന്നു. കാലിൽ ഉൾവലിക്കാവുന്ന ഫാമിലി. ഇതിനെ ഫെലിഡേ ഫാമിലി എന്ന് പറയും. ഇത് മൊത്തം ഗ്രൂപ്പ് ഏതാണ്? ഫാമിലി ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയാണ്. ഇത് ആരാണ്? ഇത് ഫെലിസ് എന്ന് പറയുന്ന എന്താണ്? മറ്റേ ഒരു ഉദാഹരണത്തിന് ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയാണ്. അതിൽ ഫെലിസ് എന്ന് പറയുന്ന എന്തുണ്ട്? അതുപോലെ പാന്തറ എന്നൊക്കെ പറയുന്ന ഡിഫറൻറ്റ് സ്പീഷീസുകളുണ്ട് ഇതിൽ.
ഫെലിഡയിൽ ഫെലിസ് ഉണ്ട്, പാന്തറയുണ്ട്. ഇതൊന്നും കേട്ട് പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞു ആ ടെക്സ്റ്റ് ബുക്കിൽ ഇതൊന്നും ഓർത്തിരിക്കട്ടെ. പക്ഷേ ഈ ഓർഡർ ഒന്ന് പഠിക്കണം. സ്പീഷീസ് കഴിഞ്ഞാൽ എന്താണ്? ജീനസ് ആണ്. ജീനസ് കഴിഞ്ഞാൽ ഫാമിലിയാണ്. നമ്മൾ കാണാൻ പാഠം പഠിക്കണ്ട, ഞാൻ കോഡും കൂടിയും പറയാം. സ്പീഷീസ് കഴിഞ്ഞാൽ ജീനസ് ആണ്, ജീനസ് കഴിഞ്ഞാൽ എന്താണ്? ഫാമിലിയാണ്. ഇപ്പൊ ഇവിടുത്തെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഫെലിഡേയും ഉണ്ട്, ഫെലസും ഉണ്ട്, പാന്തറയുമുള്ള ഫെലിഡേ ഫാമിലിയാണ്. ഫെലിഡേ ഫാമിലി. ഇനി ഇങ്ങനെയുള്ള ഫെലിഡേ പോലെയുള്ള വ്യത്യസ്ത ഫാമിലികൾ ചേർന്ന്, ഫെലിഡേ പോലെയുള്ള എന്ത് ചേരുന്നു? വ്യത്യസ്ത ഫാമിലികൾ ചേർന്ന് എന്തായിട്ട് മാറുന്നു? ഫെലിഡേ പോലെയുള്ള വ്യത്യസ്ത ഫാമിലികൾ ചേർന്ന്, ഒരു മിനിറ്റ് കേട്ടോ, ഫെലിഡേ പോലെയുള്ള വ്യത്യസ്ത ഫാമിലികൾ ചേർന്ന് എന്ത് ചെയ്യുന്നു? മമേലിയ എന്ന് പറയുന്ന ഫെലിഡേ പോലെയുള്ള വ്യത്യസ്ത ഫാമിലികൾ ചേർന്ന് കാർണിറോറ എന്ന് പറയുന്ന എന്തുണ്ടാവുന്നു? അവിടെ ഒരു ഓർഡർ ഉണ്ടാവുന്നു. കാർണിറോറ എന്ന് പറയുന്ന ഓർഡർ ഉണ്ടാവുന്നു. ആ ഓർഡറിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാംസം കടിച്ചു കീറാൻ ശേഷിയുള്ള പല്ലുകളുള്ള സസ്തനികളാണ്. ഇനി ഇങ്ങനെയുള്ള വ്യത്യസ്ത ഓർഡറുകൾ ചേർന്ന് ക്ലാസുകൾ ഉണ്ടാകുന്നു. ഇത് മമേലിയ എന്ന് പറയുന്ന ക്ലാസ് ആണ്. അതെന്താ വെച്ചാൽ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടലുള്ള ജീവികളാണ് മമേലിയയിൽ വരുന്നത്. ഇങ്ങനെ നമ്മളിത് എവിടുന്നാ വരുന്നത്? ഇത് ഇത്തരത്തിലുള്ള വ്യത്യസ്ത മമേലിയ പോലെയുള്ള വ്യത്യസ്ത ക്ലാസുകൾ ചേർന്നാണ് ഒരു ഫൈലം ഉണ്ടാകുന്നത്. കോർഡേറ്റ എന്നുള്ള ഫൈലമാണ് ഇവിടെ കാണിക്കുന്നത്. അത് നട്ടലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നു. അപ്പൊ നട്ടലില്ലാത്ത ജന്തുക്കൾ വേറെ ക്ലാസ് ആണ്. ഇനി മറ്റൊന്നാണ് കിങ്ഡം അനിമേലിയ, എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം. സോ നോക്കൂ, എവിടുന്നാ തുടങ്ങുന്നത്? എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമായ എവിടെ നിന്ന് തുടങ്ങുന്നു? കിങ്ഡത്തിൽ നിന്ന് തുടങ്ങുന്നു. ആ കിങ്ഡം അനിമേലിയ ആണ് ഒരു കിങ്ഡം. അങ്ങനെയുള്ള 6 കിങ്ഡങ്ങളുണ്ട്. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ്. അങ്ങനെയുള്ള അനിമേലിയ എന്നുള്ള കിങ്ഡത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ആവുന്നു. എന്തായിട്ട് സ്പ്ലിറ്റ് ആവുന്നു? ഫൈലങ്ങളായി. അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ സ്വഭാവമുള്ള ഫൈലങ്ങളായി, ഫൈലം പോലെയുള്ള എന്തുമായിട്ട് മാറുന്നു? അവിടെ ഫൈലങ്ങളായി മാറുന്നു. ഇത് കോർഡേറ്റ എന്നാണ്. അപ്പൊ നട്ടലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന കോർഡേറ്റ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഓർക്കുക, അനിമേലിയ എന്നുള്ളതിൽ എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്നു. പിന്നെ പിരിയാണ് ആ അനിമേലിയനെ തന്നെ മനുഷ്യനിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെടും. പിന്നെ സ്ത്രീയും പുരുഷനും ആക്കാൻ വേണമെങ്കിൽ, മനസ്സിലായില്ലേ? പിന്നെ സ്ത്രീകളെ തന്നെ പെൺകുട്ടികളും മുതിർന്ന സ്ത്രീകളും വൃദ്ധകളുമാക്കി മാറ്റാം. അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ പോലെ ഇപ്പോൾ ഇവിടെ പുരുഷന്മാരുണ്ട്, അവിടെയും വേറെ ക്ലാസിഫിക്കേഷൻ ആവാം. താടിയുള്ള പുരുഷൻ, മീശയുള്ള പുരുഷൻ, അങ്ങനെയൊക്കെയല്ല, കണ്ണട വെച്ച പുരുഷൻ, ഇങ്ങനെ വിവിധ ക്ലാസിഫിക്കേഷൻ നടത്താം. അപ്പൊ അനിമേലിയ കിങ്ഡം എന്ന് പറയുന്നത് എന്താണ്? അനിമേലിയയാണ്. എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന ഒരു തലമാണ്. അങ്ങനത്തെ 6 കിങ്ഡങ്ങളുണ്ട്. ഇവിടെ അനിമേലിയനെ ആണ് നമ്മളിവിടെ ഒരു ഉദാഹരണമാക്കി എടുത്തുള്ളത്. ആ അനിമേലിയ കിങ്ഡം തന്നെ പലതരണം, അതിലൊന്നാണ് അനിമേലിയ. ആ അനിമേലിയനെ തന്നെ വീണ്ടും പിരിഞ്ഞിരിക്കുന്നു. അത് ഇപ്പൊ നോക്കൂ, ഫൈലം എന്താണ്? കോർഡേറ്റ. കോർഡേറ്റ എന്ന് പറഞ്ഞാൽ നട്ടലുള്ള ജന്തുക്കൾ ഉൾപ്പെടുന്നതാണ്. എന്തുള്ള ജന്തുക്കൾ ഉൾപ്പെടുന്നതാണ്? നട്ടലുള്ള ജന്തുക്കൾ ഉൾപ്പെടുന്നത്. ഫൈലത്തിൽ നിന്ന് ഈ ഫൈലം തന്നെ പല പിരിവുകളാണ്. അത് ക്ലാസുകളായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് ആണ് എന്തെന്ന് പറയുന്നത്? മമേലിയ, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടെല്ലുള്ളവ. നട്ടെല്ലുണ്ട്, അത് തന്നെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവ വേറെ, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്താത്തവ വേറുണ്ട്. ഇനി ഈ മമേലിയ എന്നുള്ള ക്ലാസ്സിൽ തന്നെ ഓർഡർ കാർണിവോറ. എന്താണ് ഓർഡർ കാർണിവോറ എന്ന് പറയുന്നത്? അവിടെ മമേലിയ ക്ലാസിന്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാനുള്ള പല്ലുകളോട് കൂടിയവ. ഇനി ഓർഡർ കഴിഞ്ഞത് ഫാമിലി ആവുന്നുണ്ട്. ഫാമിലികൾ പിന്നീട് ജീനസ് ആയിട്ട് പിരിയുന്നുണ്ട്. ജീനസുകൾ സ്പീഷീസ് ആയിട്ട് പിരിയുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഓർഡർ എന്താണ് എന്ന് നോക്കൂ. നമ്മൾ നോക്കുമ്പോൾ വരുന്ന കാര്യം എന്താണ് നിങ്ങൾ ഓർക്കേണ്ടത്? ഇവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ്. ഇവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ്. നോക്കൂ, കിങ്ഡമാണ് ഏറ്റവും മുകളിലുള്ളത്. 6 കിങ്ഡങ്ങളുണ്ട്.
ആ കിങ്ഡങ്ങൾ പിന്നീട് പിരിയുന്നുണ്ട്. കിങ്ഡങ്ങൾ പിന്നീട് ഫൈലമായിട്ട് പിരിയും, ഫൈലം ക്ലാസ് ആയിട്ട് പിരിയും, ക്ലാസ് ഓർഡർ ആയിട്ട് പിരിയും, ഓർഡർ ഫാമിലി ആയിട്ട് പിരിയും, ഫാമിലി ജീനസ് ആയിട്ട് പിരിയും, ജീനസ് സ്പീഷീസ് ആയിട്ട് പിരിയും. ഇതാണ് നിങ്ങൾ കാര്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട, വളരെ പ്രധാനമായും ഓർത്തിരിക്കേണ്ട കാര്യം അതാണ്. ഓക്കെ, അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത് പറയൂ, ഓർത്തിരിക്കേണ്ടത് പറയൂ. അപ്പോൾ അത് ഓർഡർ എടുക്കേണ്ടത്, അത് കിങ്ഡം, സാമ്രാജ്യം. ആ കിങ്ഡത്തിൽ പിന്നെ ഫൈലം. എങ്ങനെ ഓർത്തിരിക്കും? കിങ്ഡം കഴിഞ്ഞാൽ അടുത്ത തലം, താഴെ തലം ഫൈലമാണ്. ഏറ്റവും ഉയർന്ന തലമാണ് കിങ്ഡം. കിങ്ഡങ്ങൾ 6 ഉണ്ട്. അതിൽ നമ്മൾ പഠിച്ചു അനിമേലിയ. അനിമേലിയ എന്ന കിങ്ഡത്തിലാണ് എല്ലാ ജന്തുവിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നത്. എല്ലാ ജന്തുവിഭാഗങ്ങൾക്കും ഒരൊറ്റ കിങ്ഡമാണ് അനിമേലിയ. വ്യത്യസ്ത കിങ്ഡങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ കിങ്ഡം വരും. കിങ്ഡം കഴിഞ്ഞാൽ ഫൈലം. അപ്പൊ ഒരു കിങ്ങിനെ ഓർക്കുക, ആ കിങ്ങിന്റെ കയ്യിൽ ഒരു ഫയലുണ്ട്. ഈ അനിമൽസിനെയൊക്കെ വേർതിരിക്കുന്നതിന് വേണ്ടി ഒരു ഫയലുണ്ട്. ഈ ഫയലുമായിട്ട് അദ്ദേഹം എവിടേക്കാണ് പോകുന്നത്? കിങ് പോകുന്നത് ക്ലാസ്സിലേക്കാണ്. ഈ കിങ് എന്ന് പറഞ്ഞാൽ, രാജാവ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഫയലുമായിട്ട് പോവുകയാണ്. ക്ലാസ് എടുക്കുന്ന അധ്യാപകനോട് പറയാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് കുട്ടികളൊക്കെ നന്നായി പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആളാണ്, ശാസ്ത്രീയ മനോഭാവം വേണമെന്നുള്ള ഒരാളാണ്. അതുകൊണ്ട് കിങ്ങിൻ്റെ കയ്യിൽ ഒരു ഫയലുണ്ട്. കിങ്ങിനെ കാണുക, ഒരു കിരീടം വെച്ചൊരു കിങ്ങിനെ കാണുക. ആ കിങ്ങിൻ്റെ തലയിൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണുക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഫയലുണ്ട്. ആ ഫയലിൻ്റെ മുകളിലും ഒരുപാട് മൃഗങ്ങളുടെ ചിത്രങ്ങളുണ്ട്. ആ ഫയൽ വെച്ച് അദ്ദേഹം ക്ലാസ്സിലേക്ക് പോവുകയാണ്. ക്ലാസ്സിലേക്ക് പോയി അദ്ദേഹം പറയാണ് ഇത് ഓർഡർ വെച്ച് പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ. അതിനു വേണ്ടി ഒരു ഓർഡർ ഇടുകയാണ്. ഇതേ ഓർഡറിലേ പഠിപ്പിക്കാൻ പാടുള്ളൂ. കിങ് ഒരു ഓർഡർ ഇടുകയാണ്. അപ്പോൾ ആ കിങ് ഓർഡർ ഇടുന്നത് ക്ലാസ് പോയിട്ട് ആ അധ്യാപകനോട് പറയുകയാണ് ഇതേ ഓർഡറിൽ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഫയൽ കൊടുത്തിട്ട് കാണുകയാണ്. ആ ഓർഡർ കൊടുത്ത് അദ്ദേഹം പറയുകയാണ്, എന്താ പറയണത്? നമ്മളൊക്കെ ഒരു ഫാമിലിയാണ്, പക്ഷെ നമ്മളെയൊക്കെ വേർപിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ മൃഗങ്ങളെയും വേർപിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി കൂടി എത്തുന്നത്. ഇപ്പം പറയാണ്, എന്നിട്ട് പറയാണ് അത് എന്താണ്, അങ്ങനെ പഠിച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും? നല്ല ജീനിയസ് ആയിട്ട് മാറും. ജീനസ് ആൻഡ് ദ ലാസ്റ്റ് വൺ നമുക്കറിയാം സ്പീഷീസ് ആണ്. ലാസ്റ്റ് ആണ് സ്പീഷീസ് വരുന്നത്. ഇപ്പം രാജാവ്, കിങ്ഡം, കയ്യിലൊരു ഫയല്. അപ്പോൾ എന്താണ്? ഫൈലം. അദ്ദേഹം എവിടേക്ക് പോകുന്നു? ക്ലാസ്സിലേക്ക് പോകുന്നു. അപ്പം ക്ലാസ് പോയിട്ട് അദ്ദേഹം അധ്യാപകൻ ഓർഡർ കൊടുക്കുന്നു, ഇതേ ഓർഡറിൽ പഠിപ്പിക്കണം. ഓർഡർ. അപ്പോൾ കുട്ടികളോട് പറയാണ് നമ്മളൊക്കെ ഒരു ഫാമിലിയാണ്, പക്ഷെ വ്യത്യസ്തത ഉണ്ട് നമുക്ക്. അതുപോലെ മൃഗങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കൊക്കെ വ്യത്യസ്തത ഉള്ള പോലെ ഈ കിങ്ഡത്തിൽ ഒരു എന്തുണ്ട്? വ്യത്യസ്തത ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ജീനിയസ് ആയിട്ട് മാറും. അങ്ങനെ ലാസ്റ്റ് ഘടകം സ്പീഷീസ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമുക്കറിയാം കാൾ ലിന്നേയസ് ആണ് എന്താവിഷ്കരിച്ചത്? ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത്. 2 പദങ്ങൾ ചേർത്തുള്ള വർഗീകരണം കൊണ്ടുവന്നതാരാ? 2 പദങ്ങൾ ചേർന്നുള്ള വർഗീകരണം കൊണ്ടുവന്നത് അത് ദ്വിനാമ പദ്ധതി അല്ലേ? ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇപ്പൊ ഹോമോസാപ്പിയൻസ് മനുഷ്യന്മാർക്ക് നമ്മൾ പറയുന്ന ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ്. ഈ ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ആളും കാൾ ലിന്നേയസ് ആണ്. കാൾ ലിന്നേയസ് തന്നെയാണ് ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ടാക്സോണമിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും കാൾ ലിന്നേയസ് ആണ്. അങ്ങനെയുള്ള ദ്വിനാമ പദ്ധതിയിൽ ഹോമോസാപ്പിയൻസ് 2 പദങ്ങളുണ്ട്. ആദ്യത്തെ പദം എന്തായിരിക്കും? അപ്പോ നോക്കൂ, ആദ്യത്തെ പദം എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ആണ്. അവസാനത്തെ പദം ഇത് സ്പീഷീസാണ്. ഇപ്പൊ മനുഷ്യന്റെ സ്പീഷീസ് ഏതാന്ന് ചോദിച്ചാൽ അത് സാപ്പിയൻസ് ആണ്. അങ്ങനെ വിവിധ സ്പീഷീസുകൾ, സാപ്പിയൻസ് അല്ലാതെ മറ്റ് സ്പീഷീസുകളും കൂടി ചേർന്നാണ് ഹോമോ എന്ന് പറയുന്ന ജീനസ് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് ജീനസും രണ്ടാമത്തേത് സ്പീഷീസുമാണ് ദ്വിനാമ പദ്ധതിയിൽ. എന്താണ് ഇതിൻ്റെ ഗുണം? ലോകത്തെല്ലായിടത്തും ഇവിടെ പൂച്ച, മറ്റോടത്ത് കാറ്റ്. പക്ഷെ ഇവിടെ ഈ ജീനസും സ്പീഷീസും വെച്ച് ഉപയോഗിച്ചാൽ എല്ലാ ജന്തുക്കൾക്കും ഒരേ പേരായിട്ട് മാറും. ഇതാണ് ഈ നോമൻക്ലേച്ചറിന്റെ ഗുണം എന്ന് പറയുന്നത്.
ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യന്റെ വർഗീകരണം. മനുഷ്യന്റെ വർഗീകരണം നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. മനുഷ്യന്റെ വർഗീകരണം എങ്ങനെയാണ് നമുക്ക് നോക്കാം. മനുഷ്യനെ എങ്ങനെയാണ് വർഗീകരിച്ചിരിക്കുന്നത്? മനുഷ്യനെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. മനുഷ്യനെ വർഗീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഏതാണ് മനുഷ്യന്റെ സ്പീഷീസ്? മനുഷ്യന്റെ സ്പീഷീസ് ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യന്റെ ഹോമോസാപ്പിയൻസ് ആണ് അല്ലേ? മനുഷ്യനെ എങ്ങനെയാ വർഗീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അപ്പൊ മനുഷ്യന്റെ സ്പീഷീസ് ഏതാ? സാപ്പിയൻസ് എന്നാണ്. മനുഷ്യന്റെ സ്പീഷീസ് എന്ന് പറയുന്നത് സാപ്പിയൻസ് എന്നാണ്. ഒരു മിനിറ്റ് ഇട്ട്, എൻ്റെ പേന നീങ്ങുന്നില്ലേ? മനുഷ്യനെ എന്താണ് കണ്ടോ? സാപ്പിയൻസ്. സാപ്പിയൻസ് എന്നാണ് മനുഷ്യനെ വർഗീകരിച്ചിരിക്കുന്നത്. സ്പീഷീസ് സാപ്പിയൻസ്, അത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജീനസ് നമ്മുടെ എന്താ? അത് ഹോമോ എന്നാണ്. ഏതാണ് ജീനസ് എന്ന് പറയുന്നത്? ഹോമോ എന്നുള്ളതാണ് നമ്മുടെ ജീനസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി എന്താണ്? നമ്മുടെ ഓർഡർ എന്താണ്? നമ്മുടെ ക്ലാസ് എന്താണ്? നമ്മുടെ ഫൈലം എന്താണ്? നമ്മുടെ കിങ്ഡം എന്താണ് എന്നറിഞ്ഞിരിക്കണം. അയ്യോ, മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഞാൻ എൻ്റെ പേനൊന്ന് റെഡിയാക്കട്ടെ. ഒറ്റ മിനിറ്റ്. അപ്പോൾ ഇതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്പീഷീസ് ഏതാ? സ്പീഷീസ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ സ്പീഷീസ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ സ്പീഷീസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. ഞാൻ ഇങ്ങോട്ടെടുത്താൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? മനുഷ്യന്റെ സ്പീഷീസ് എന്ന് പറയുന്നത് ഏതാണ്? മനുഷ്യന്റെ സ്പീഷീസ് ഓർത്തു വെച്ചോളൂ, മറക്കരുത്. ഇനി ഏതാണ് മനുഷ്യന്റെ സ്പീഷീസ്? സേപ്പിയൻസ് എന്നാണ് മനുഷ്യന്റെ സ്പീഷീസ് പറയാം. സേപ്പിയൻസ്, ഇതാണ് മനുഷ്യന്റെ സ്പീഷീസ്. അത് നമുക്കറിയാം. പിന്നെ ജീനസ്. ജീനസ് എന്ന് പറയുന്നത് എന്താണ്? ഹോമോ ആണ് നമ്മുടെ ജീനസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഹോമോസാപ്പിയൻസ്. ഇത് നോമൻക്ലേച്ചർ ആണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്, ദ്വിനാമ പദ്ധതിയാണ്. കാൾ ലിന്നേയസ് ആണ് ഇത് ആവിഷ്കരിച്ചത്. അതിൽ ആദ്യത്തെ പദം ഏതാണ്? ജീനസും രണ്ടാമത്തേത് എന്തുവാണ്? സ്പീഷീസുമാണ്. അപ്പോൾ ഹോമോസാപ്പിയൻസ് അങ്ങനെയാണ് വരുന്നത്. ഇനി അവിടുത്തെ വരുന്നത് ഫാമിലിയാണ്. ഫാമിലി ഓർത്തു വയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഹോമിനിഡേ. നമ്മളൊക്കെ ഹോമിലല്ലേ താമസിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഫാമിലി ആണല്ലോ നമ്മുടെ ഹോം എന്ന് പറഞ്ഞാൽ. വളരെ എളുപ്പമല്ലേ ഓർത്തിരിക്കാൻ? ഹോമിനിഡേ, ഹോമിൽ താമസിക്കുന്ന എന്നർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കാം. ഹോമിനിഡേ ആണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി അല്ലേ ഹോമിൽ ഉണ്ടാവുക? സിമ്പിളാണ്. ഇനി നമ്മുടെ ഓർഡർ എന്താണ്? നമ്മുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രൈമേറ്റ്സ് ആണ്. പ്രൈമേറ്റ്സ്. മെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇണകളാണ് അല്ലേ? ക്ലാസ്മേറ്റ്സ്. ഇണകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ക്ലാസ്സിലുള്ളവർ, അങ്ങനെ പറയാം. ഇപ്പം നമ്മുടെ ഒരു ഓർഡർ, നമ്മുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ മേറ്റ്സുകൾക്കിടയിലാണ് അല്ലേ? സഹജീവികൾക്കിടയിലാണ്, അങ്ങനെ പറയാം നമുക്ക്. ഓർഡർ പ്രൈമേറ്റ്സ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഏതാണ്? ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സസ്തനികളെ പോലെ, മാമലിയ. നമ്മൾ എന്ത് ചെയ്യുന്നു? പാലൂട്ടി വളർത്തുന്നു. അവിടെ നമുക്ക് പിടികിട്ടും. മാമൽസ്, പാലൂട്ടി വളർത്തുന്ന സസ്തനികളാണ് നമ്മൾ. മാമലിയ എന്നുള്ളതാണ് നമ്മുടെ ഓർഡർ. അതുപോലെ നമ്മുടെ ഫൈലം എന്ന് പറയുന്നത്, ഫൈലം എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് കോർഡേറ്റയാണ്. കോർഡേറ്റ. ആൻഡ് ദ ലാസ്റ്റ് വൺ നമ്മുടെ കിങ്ഡം എന്ന് പറയുന്നത് ഏതാണ്? അനിമാലിയ ആണ്. അനിമാലിയയിലുള്ള കോറാണ് നമ്മൾ അല്ലേ? മനുഷ്യർ എന്ന് പറഞ്ഞാൽ അനിമാലിയയിലുള്ള കോറാണ്. ആ കോറ് തന്നെ
പാലൂട്ടി വളർത്തുന്ന മാമലികളാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ക്ലാസ് ആയി. ക്ലാസ് കഴിഞ്ഞാൽ രാജാവിനെ ഓർത്താൽ മതി. ക്ലാസ് കഴിഞ്ഞാൽ ഓർഡറാ. ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രൈമേറ്റ്സ് ആണ്, ക്ലാസ്മേറ്റ്സിന്റെ ഇടയിൽ ഓർഡർ അല്ലേ. നമ്മൾ ക്ലാസ്മേറ്റ്സ് ഒക്കെ കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. അപ്പൊ എന്തെങ്കിലും ഓർഡർ ചെയ്യും. ഓക്കെ, ഓർഡർ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം അദ്ദേഹം പറയുന്നുണ്ട് ഫാമിലി പോലെയാണ് നമ്മൾ. പക്ഷെ വ്യത്യാസമുണ്ട്. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെയാ, ഹോമിനിഡേ. ഇനി അടുത്തത് നമുക്കറിയാം ജീനസ് എന്ന് പറഞ്ഞാൽ ഹോമോ ആണ്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സേപ്പിയൻസ് ആണ്. ക്ലിയർ ആണല്ലോ? സോ സിമ്പിൾ ആണ് ഈ കാര്യം. യെസ്, അത്രയേ ഉള്ളൂ. അപ്പൊ ജന്തു വൈവിധ്യത്തിൽ നമ്മളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു പരീക്ഷയ്ക്ക്? ഏറ്റവും അധികം ഏറ്റവും അധികം വൈവിധ്യമുള്ള ക്ലാസ് ഏതാണ്? വർഗം ഏതാണ്? ക്ലാസ്സിനാണ് അവിടെ വർഗം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും അധികം വൈവിധ്യമുള്ള ക്ലാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ഏറ്റവും അധികം വൈവിധ്യമുള്ള വർഗം ഏതാണെന്ന് ചോദിച്ചാൽ ഷഡ്പദങ്ങളിലാണ് ഏറ്റവും അധികം വൈവിധ്യങ്ങളുള്ളത്. ആ വർഗത്തിലാണ്. ഷഡ്പദങ്ങളിലാണ്. ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലമാണ്. നിങ്ങൾക്കറിയാം ക്ലാസിന്റെ മുകളിൽ ഫൈലമാണ്. ഫൈലമാണ് പല ക്ലാസ്സുകളായിട്ട് മാറിയിട്ടുള്ളത്. ക്ലാസ് 1, ക്ലാസ് 2 ഇങ്ങനെയല്ല പറയാം. അതിലെ ഒരു ക്ലാസ് ആണ് എന്തെന്ന് പറയുന്നത്? ഷഡ്പദങ്ങൾ എന്ന് പറയുന്നത്. അതിലൊരു ക്ലാസ് ആണെന്ത്? ഷഡ്പദങ്ങൾ എന്ന് പറയുന്നത്. ആർത്രോപോഡ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണത്. ആർത്രോപോഡ എന്ന് പറയുന്നത് ഫൈലമാണ്. ആർത്രോപോഡയാണ് ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലം എന്ന് പറയുന്നത്. ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ഫൈലവും ആർത്രോപോഡയാണ്. ഏറ്റവും അധികം വൈവിധ്യമുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഷഡ്പദങ്ങളാണ്. ഏറ്റവും വൈവിധ്യമുള്ള ക്ലാസ് ഏതാണ്? ഷഡ്പദങ്ങൾ, ഇൻസെക്ട്സ് എന്ന് പറയും. അപ്പോൾ നോക്കുക, ഏറ്റവും വലിയ ഫൈലം ഏതാണ് ജന്തുലോകത്തിലെ? ആർത്രോപോഡ. എന്നാൽ ജന്തുലോകത്തിലെ ഏറ്റവും അധികം വൈവിധ്യമുള്ളത് ആ ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിലെ ഒരു ക്ലാസ് ആയിട്ടുള്ള ഷഡ്പദങ്ങളാണ്. അതിന് പേര് എന്താണ്? ആ ഫൈലത്തിന് ഒരു ആർത്രോപോഡ എന്നുള്ള പേരിന് തന്നെ അർത്ഥമുണ്ട്. എന്താണ്? 6 കാലുള്ളവ. 6 കാല് എന്നാണ് അർത്ഥം. അപ്പൊ ഷഡ്പദങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് വളരെ സന്ധികളുള്ള കാലുകൾ എന്നാണ് അർത്ഥം. ഇങ്ങനെ കാല് കണ്ടിട്ടില്ലേ? ഇതിന്റെ ഈ ഷഡ്പദങ്ങളുടെ കൊതുകിന്റെ ഒക്കെ കാല് ഇങ്ങനെയല്ലേ? സന്ധികളുള്ള കാലുകൾ, ജോയിന്റഡ് ലെഗ്സ്. അതാണ് ഇവിടെ ആർത്രോപോഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അവിടെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇപ്പൊ ഷഡ്പദങ്ങൾ ഏതെല്ലാം ഉണ്ട്? അത് ഏറ്റവും വലിയ ക്ലാസ് ആണ്. ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ക്ലാസ് ആണ് ഷഡ്പദങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഏറ്റവും വലിയ ഫൈലമാണ് എന്തെന്ന് പറയുന്നത്? അവിടെ പറയുന്നത് ആർത്രോപോഡ എന്ന് പറയുന്നത്. ആർത്രോപോഡ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഫൈലത്തിൽ തന്നെയാണ്. ഏറ്റവും വലിയ ഫൈലം എന്ന് പറയുന്നത് ആർത്രോപോഡ. അപ്പൊ മനുഷ്യന്റെ ഫൈലം മറന്നുപോയോ? മനുഷ്യന്റെ ഫൈലം ഏതാണ്? മനുഷ്യന്റെ ഫൈലം ഓർക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു സീരീസ് ഓർത്താൽ മതി. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാപ്പിയൻസ് ആണ്. അത് കഴിഞ്ഞാൽ സാപ്പിയൻസ് ഏതിലാ വരുന്നത്? ഹോമോ ആണ്. അപ്പൊ ജൈനസ് കണ്ടു. ജീനസിന്റെ മുകളിൽ നമുക്ക് എന്തറിയാം? ജീനസിന്റെ മുകളിൽ ഏതാണ്? അദ്ദേഹം നമുക്ക് നോക്കുക, രാജാവ് വരുന്നു. ഏറ്റവും ടോപ്പിൽ രാജാവ് വരുന്നു. അപ്പൊ കിങ്ഡം. കയ്യിൽ ഒരു ഫയലുണ്ട് അല്ലേ? ഒരു ഫയലുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ. ആ ഫയൽ വെച്ചിട്ടാണ് അദ്ദേഹം നോക്കുന്നത്. നിങ്ങൾ മറന്നു പോകണ്ട അല്ലേ? രാജാവിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഫയലുണ്ട് അല്ലേ? കിങ്. അപ്പോൾ അനിമാലിയ എന്നുള്ള എന്തിലാണ്? നമ്മൾ കിങ്ഡത്തിലാണ്. 6 കിങ്ഡത്തിൽ ഒന്നാണ് അനിമാലിയ. അതിൽ കോർഡേറ്റയാണ് നമ്മുടെ ഫൈലം എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ ഫൈലം ആർത്രോപോഡിയയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് വരുന്നത്. ക്ലാസ് മാമലിയാണ്. ആ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഓർഡർ വരുന്നത്. അത് പ്രൈമേറ്റ്സ് ആണ്. നമ്മൾ മേറ്റുകൾ തമ്മിലാണ് ഓർഡർ കൊടുക്കുക അല്ലെ? ക്ലാസ്മേറ്റുകൾ തമ്മിൽ. അത് കഴിഞ്ഞാൽ നമ്മൾ ഹോമിലാണ്. അതാണ് നമ്മുടെ ഫാമിലി. ഹോമിനോ അല്ലെ? ഹോമിനോ എന്ന് ഓർത്തു വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ഹോമോ, അത് കഴിഞ്ഞാൽ സാപ്പിയൻസ്. അതേപോലെ ഇതിൽ ഏറ്റവും വലിയ ഫൈലം ഏതാണ്? ലോകത്തിലെ
അല്ല, ജന്തു ലോകത്തെ ഏറ്റവും വലിയ ഫൈലം ഏതാന്ന് ചോദിച്ചാൽ ആർത്രോപ്രോഡയാണ്. ആ ആർത്രോപ്രോഡയിലുള്ള എന്താണ് ഒരു ക്ലാസ് അഥവാ വർഗമാണ് ഷഡ്പദങ്ങൾ. ഇപ്പൊ പിടികിട്ടിയല്ലോ എന്താണ് ഈ സംഭവം എന്ന്. ആ ഷഡ്പദങ്ങളുടെ പ്രത്യേകത ഏതാ? ഏറ്റവും വൈവിധ്യമുള്ള ജന്തുക്കളുള്ളത് ഈ ഏതിലാണ്? ഈ ഷഡ്പദങ്ങളിലാണ്. ഓക്കെ, ഇപ്പോൾ സ്പൈഡേഴ്സ്, തേളുകൾ, അങ്ങനെ പലതരത്തിലുണ്ട് ഇതിലും. ഓക്കെ, ഡീറ്റെയിലേക്ക് നമുക്ക് പോകണ്ട. അപ്പൊ ആർത്രോപ്രോഡയിലെ ഏറ്റവും വലിയ ക്ലാസിനെയാണ് ഇൻസെക്റ്റ എന്ന് പറയുന്നത്. ഈ ഇൻസെക്റ്റ എന്നുള്ളതിനാണ് ഷഡ്പദങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ ഫൈലം ആർത്രോപ്രോഡയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്ലാസും ഏതന്നെയാണ്? ഇൻസെക്റ്റ അഥവാ ഷഡ്പദങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഭൂമിയിൽ തിരിച്ചറിഞ്ഞ എല്ലാ ജന്തുവർഗങ്ങളിലും 80% ഈ ഇൻസെക്റ്റ എന്ന് പറയുന്ന എന്താണ്? ഷഡ്പദങ്ങളാണ്. ഭൂമിയിൽ തിരിച്ചറിഞ്ഞ 80% ജീവവർഗങ്ങൾ ഇൻസെക്റ്റ അഥവാ ഷഡ്പദങ്ങളിലാണ്. സോ നമ്മൾ പഠിച്ച പോയിന്റ് PSCക്ക് വരുന്നത് വളരെ നമ്പറായിട്ട് നമുക്ക് ഓർക്കാം. എത്ര കിങ്ഡം? അതാറെണ്ണം. അതിൽ മനുഷ്യൻ അല്ല, എല്ലാ ജന്തുജാലങ്ങളും ഉൾപ്പെട്ട നമ്മുടെ അനിമേലിയ. ഓക്കെ, പിന്നെ ഓർഡറുകൾ പറയുക. ആ ഓർഡർ ഓർക്കണം. കിങ്ഡത്തിന് താഴെ എന്താണ്? കിങ്ഡം കഴിഞ്ഞാൽ ഫൈലമാണ്. അങ്ങനെയുള്ള ഓർഡർ ഓർത്തു വയ്ക്കുക. ഇനി ഏറ്റവും വലിയ ഫൈലം ഏതാണ്? അത് ആർത്രോ എന്ന് ഓർത്തിച്ചാൽ മതി, ബാക്കിയൊന്നും ഓർത്തു വെക്കേണ്ട. ആ ആർത്രോയിൽ പെട്ടതാണ് ഇൻസെക്റ്റിയ, അല്ലെ? ആ ആർത്രോയിൽ പെട്ടതാണ് ഇൻസെക്റ്റ അഥവാ ഷഡ്പദങ്ങൾ. ഇതാണ് ഫൈലം. ഫൈലത്തിന് താഴെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ക്ലാസും ഏറ്റവും വൈവിധ്യമുള്ള ക്ലാസും ജന്തുലോകത്തിലെ 80% തിരിച്ചറിഞ്ഞതും ഈ ക്ലാസ്സിലാണ്. അതുൾപ്പെട്ട ആർത്രോ ആണ്. തീർച്ചയായിട്ടും 80% വരുന്ന ഇൻസെക്റ്റ് ഇതിലാണെങ്കിൽ ഏറ്റവും വലിയ ഫൈലവും ആർത്രോ ആയിരിക്കില്ലേ? സോ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഭാഗം കഴിഞ്ഞു. ഇനി ഷഡ്പദങ്ങളുടെ സവിശേഷതകളൊന്ന് ഓർക്കണം. അതിന് 6 കാലുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഷഡ്പദം, ഷഡ് എന്ന് പറഞ്ഞാൽ തന്നെ 6 എന്നാണ് അർത്ഥം. ഈ ഇൻസെക്റ്റ എന്ന് പറയുന്ന ഷഡ്പദങ്ങളുടെ സവിശേഷത, അതിന് 6 കാലുകളാണ് ചോദിച്ചിട്ടുണ്ട്. 8 കാലുള്ളത് കൊണ്ട് കിട്ടാം, 4 പൊതുവായിട്ട് പറയുന്നു. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് എൻഡമോളജി. ഓർത്തു വെച്ചോളൂ, ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനം എൻഡമോളജി. കീടങ്ങളെ കുറിച്ചുള്ള പഠനം. കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റ് ആണ്, അല്ലേ? അപ്പൊ ഇവിടെ എൻഡമോളജി എന്ന് പറയും. എൻഡമോളജി. അതുപോലെ തന്നെ രൂപാന്തരം സംഭവിക്കുന്നുണ്ട് ഇവയ്ക്ക്. ഇവരുടെ രൂപാന്തരണം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതചക്രം, ഇവയുടെ ജീവിതചക്രമുണ്ട്. അത് പഴയ ക്ലാസ്സിൽ, ചെറിയ ക്ലാസ്സിലൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കും. അവരുടെ ജീവിതചക്രം, ഷഡ്പദങ്ങളുടെ ജീവിതചക്രം. ആ ഷഡ്പദങ്ങളുടെ ജീവിതചക്രം എന്താ? അത് മുട്ടയിടും. മുട്ടയിൽ നിന്ന് ലാർവയുണ്ടാകും. ലാർവയിൽ നിന്ന് പ്യൂപ്പ ഉണ്ടാകും. ആ പ്യൂപ്പയിൽ നിന്നാണ് ശലഭം ഉണ്ടാകുന്നത്. അതാണ് ഈ പുഴുവൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോ ഈ ഷഡ്പദങ്ങളുടെ ജീവിതചക്രം: മുട്ടയിൽ നിന്ന് ലാർവ, ലാർവയിൽ നിന്ന് പ്യൂപ്പ, പ്യൂപ്പയിൽ നിന്ന് ശലഭം. ഈ ഓർഡർ പഠിക്കണം. മുട്ടയിൽ നിന്ന് ലാർവ, ലാർവയിൽ നിന്ന് പ്യൂപ്പ, പ്യൂപ്പയിൽ നിന്ന് ശലഭം. ഇവ സാമൂഹിക ജീവികളാണ്. പ്രത്യേകിച്ച് തേനീച്ചയെ പോലെയുള്ള സാമൂഹിക ജീവികളുണ്ട് ഇതിൽ. തേനീച്ച ഇതിലെ സാമൂഹിക ജീവികളാണ്. തേനീച്ച, ചിതൽ, ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ ഇതിൽ പെട്ടതാ. ഇതൊക്കെ സാമൂഹിക ജീവികളാണ്. ഉറുമ്പ്, ഇതെല്ലാം തന്നെ സാമൂഹിക ജീവികളാണ്. ഷഡ്പദങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രാധാന്യമുണ്ട്. അത് ചെറിയ ക്ലാസ്സുകളിലാണ്. അതൊന്ന് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഒന്ന്, അത് പരാഗണം നടത്തും. അപ്പോഴാണ് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. തെങ്ങാണെങ്കിലും കവുങ്ങാണെങ്കിലും നെല്ലാണെങ്കിലും ഒക്കെ പരാഗണം നടത്തും. ഇപ്പൊ പരാഗണം നടത്തുന്ന ഒരാളാണ് തേനീച്ച. പോളിനൈസേഷൻ എന്ന് പറയും, അല്ലെ പോളിനേഷൻ എന്ന് പറയും. പരാഗണം നടത്തുന്ന ഒന്നാണ് തേനീച്ച. നോക്കൂ, പട്ടുനൂൽ കൃഷി, അല്ലേ? പട്ടുണ്ടാക്കുന്ന കാര്യമില്ലേ? പട്ടുനൂൽ കൃഷി അറിയാലോ. അവിടെ നിന്നാണ് പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത് എന്നുള്ളത്.
അതുപോലെ തന്നെ കോലരക്ക് ഉണ്ടാവുന്നത് എവിടുന്നാണ്? 5, 6, 7 ക്ലാസ്സുകളിലുണ്ട് കോലരക്ക്, ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. കോലരക്ക് ഉണ്ടാകുന്നത് ലാക്ക് കീടങ്ങളിൽ നിന്നാണ്. ലാക്ക് കീടങ്ങളിൽ നിന്ന് കോലരക്ക്, ലാക്ക് കീടങ്ങളിൽ നിന്ന് കോലരക്ക്. ഇപ്പൊ ഇതിന്റെ സാമ്പത്തിക പ്രാധാന്യമാണ് പറയുന്നത്. ഇപ്പൊ തേനീച്ച വളർത്തലുണ്ട്, അതൊരു സാമ്പത്തിക പ്രാധാന്യമുള്ളതാണ്. പോളിനേഷൻ, പരാഗണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നെന്താണ്? പട്ടുനൂൽ കൃഷി പോലെ ലാക്ക് കീടങ്ങളിൽ നിന്ന് കോലരക്ക് ഉണ്ടാക്കുന്നത് പോലെയൊക്കെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ശാസ്ത്രീയ നാമങ്ങളാണ്. പ്രധാനപ്പെട്ട ശാസ്ത്രീയ നാമങ്ങൾ ടേബിളിൽ കിട്ടുമോ എന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിത്തരാം. തോന്നുന്നു, ഒരു മിനിറ്റ്, ഞാനൊന്ന് കാണിക്കാം ശാസ്ത്രീയ നാമം. ഓക്കെ, വന്നിട്ടുണ്ടേ. ഞാനൊന്ന് പിന്നെ ഇങ്ങനെ വരയ്ക്കലെങ്ങനെയാണ്? ശാസ്ത്രീയ നാമം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അതിന്റെ ശാസ്ത്രീയ നാമം നോക്കാം. ഓരോന്നിന്റെയും ശാസ്ത്രീയ നാമം നോക്കാം. മനുഷ്യൻ, അത് നമുക്ക് ആദ്യം നോക്കാം. മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്താണ്? മനുഷ്യന്റെ ശാസ്ത്രീയ നാമം നിങ്ങൾക്കറിയാം, ഹോമോ സാപ്പിയൻസ് എന്നാണ് മനുഷ്യന്റെ ശാസ്ത്രീയ നാമം. ഉറപ്പാണല്ലോ. അടുത്ത ശാസ്ത്രീയ നാമം നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാം, ഒരു ടെൻഷനും അടിക്കാതെ പഠിക്കാൻ പറ്റുന്നതാണ്. ഏഷ്യൻ ആന. 2 തരത്തിൽ ആനയുണ്ട്, ആഫ്രിക്കൻ ആനയുമുണ്ട്, ഏഷ്യൻ ആനയുമുണ്ട്. ആനയുടെ ശാസ്ത്രീയ നാമം ചോദിക്കാറുണ്ട്. ആനയുടെ ശാസ്ത്രീയ നാമം നോക്കൂ. എലിഫന്റ് ആണ് ആന എന്ന് പറയാലോ. ആന നല്ല വലിപ്പമുള്ള ആനയുമാണല്ലോ. മാത്രമല്ല, നിങ്ങൾ മനസ്സിലൊരു മാക്സ് ഇട്ട ആനേനെ കാണും. മനസ്സിക്കാണ് മാക്സ് ഇട്ടിട്ട്, മാക്സിമം വലിപ്പമുള്ള വലിയൊരു മാക്സ് ഇട്ടിട്ട് ഒരാന നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിൽ കണ്ടാൽ, എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ബ്രാൻഡ് എലിഫസ് മാക്സിമസ്. അതിന്റെ മുകളിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചത് കാണും. ഒരാന മാക്സ് ഇട്ട് നിൽക്കുന്നു, മാക്സിമം വലിപ്പമുള്ള ഒരാന, അതാണ് എലിഫസ് മാക്സിമസ്. മറ്റൊന്ന് ചോദിച്ചുള്ള പരീക്ഷയ്ക്ക് മയിലാണ്. ഇന്ത്യൻ മയിൽ ഒരു പാവമല്ലേ? ഒരു പാവം മയിലല്ലേ? പാവം മയിലാണ്. മയില് ആണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ വളരെ പാവമാണ്, പക്ഷെ ഭംഗിയുള്ള ഒരാളുമാണ്. നിങ്ങളുടെ സ്റ്റാറ്റസിൽ ഒരു മയിലാണ്. അപ്പോ മയിൽ പാവമായതുകൊണ്ട് പാവോ ക്രി സ്റ്റാറ്റസ്. അടുത്തത് നാളികേരമാണ്, അല്ല തെങ്ങാണ്. തെങ്ങിന് എന്താ പറയാ? കോക്കനട്ട് എന്നല്ലേ തെങ്ങിന് പറയാ? കോക്കനട്ട് എന്നല്ലേ തെങ്ങിന് പറയാ? അപ്പൊ തെങ്ങിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു ഉച്ചഭാഷിണി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടില്ല ഉച്ചഭാഷിണി വെക്കുക? തെങ്ങിന്റെ മുകളിലൊക്കെ കെട്ടിയിട്ടുണ്ട് വിചാരിക്കുക, മണ്ടക്കി. എന്തിനാ? നാട്ടിലൊരു പൂരം നടക്കുന്നുണ്ട്, ആ പൂരം അവിടെ നടക്കുന്നു എന്നുള്ള ന്യൂസ് അറിയുന്നതിന് വേണ്ടി തെങ്ങിന്റെ മുകളിൽ ഒരു ന്യൂസ്, അവിടെ ഒരു ഉച്ചഭാഷിണി കെട്ടി വെച്ചിട്ടുണ്ട് ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട്. കൊക്കോസ് ന്യൂസിഫറ. അടുത്തത് നമ്മൾ പറയും കണിക്കൊന്ന. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താ? കണിക്കൊന്ന എന്നാ പൂക്കുക? വിഷുവിനാണ്. വിഷുവിന് പൂക്കുമ്പോ വിഷുവിന് കണിയുണ്ട് അല്ലേ? അതുകൊണ്ടാണ് കണിക്കൊന്ന എന്ന് പറയുന്നത്. അപ്പൊ കണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടും അല്ലേ? വിഷുക്കൈ നീട്ടം കിട്ടും, കാശാണ് കിട്ടുക. കാശ് കിട്ടും. ആദ്യത്തെ ഫസ്റ്റില് നമ്മൾ കണി കണ്ടാൽ നമുക്ക് കാശ് കിട്ടും. കാസിയ ഫിസ്റ്റുല, വിഷു കണിക്കൊന്ന, അങ്ങനെ കണക്ക്. കാസിയ ഫിസ്റ്റുല. ഇനി അടുത്തതാണ് നമ്മൾ വളരെ പ്രധാനമായി ഓർക്കേണ്ട മറ്റൊരു സാധനമാണ് കരിമീൻ. കരിമീൻ ഏതാണ്? കേരളത്തിന്റെ ദേശീയ മത്സ്യമാണ് കരിമീൻ. മറ്റേത് കേരളത്തിന്റെ ദേശീയ വൃക്ഷമാണ്, അല്ല ദേശീയ പുഷ്പമാണ്. ഇത് ദേശീയ എന്താണ്? മത്സ്യമാണ്. എട്രോപ്ലസ് സുരറ്റൻസിസ്. എട്രോപ്ലസ് സുരറ്റൻസിസ് എങ്ങനെയാ ഓർക്കുക? കരിമീൻ അല്ലേ? കരിമീൻ കഴിക്കാൻ വേണ്ടി നമ്മൾ ആലപ്പുഴയ്ക്ക് പോവുകയാണ്. എറണാകുളത്തിൽ നിന്ന് മെട്രോയിൽ കയറി. എറണാകുളത്തിൽ നിന്ന് മെട്രോയിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത്. മെട്രോപ്ലസ് കയറി.
ഇനിയോ സുരറ്റൻസിസ്. അപ്പോ അവിടെ നമ്മൾ എന്തായി, അവിടെ നമ്മൾ സുരന്മാരെ കണ്ടു. സുരൻ എന്ന് പറഞ്ഞ ദേവന്മാരെ കാണുകയാണ്. ടെൻഷൻ ഇല്ലാത്ത ദേവന്മാരെ, സായിപ്പന്മാരെ കണ്ടു നമ്മൾ. അവരോടൊപ്പം ചേർന്ന് നമ്മൾ കരിമീൻ കഴിച്ചു. അങ്ങനെ ആലോചിക്കുക. ഇപ്പൊ നിങ്ങൾ ആലപ്പുഴയ്ക്ക് പോവുകയാണ്, മെട്രോയിൽ കയറിയിട്ടാണ് പോകുന്നത്. കയറി നിങ്ങൾ കരിമീൻ ഇങ്ങനെ ചുട്ട് കഴിക്കുമ്പോൾ അതാ അവിടെ സായിപ്പന്മാരിയ്ക്കുന്നു. സുരന്മാരൊന്നല്ല അവർ നന്നായിട്ട് മദ്യപിക്കും. സുര എന്ന് പറഞ്ഞാൽ മദ്യം എന്നും അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ അവിടെ അവരിങ്ങനെ നമ്മൾ കുടിക്കുന്നില്ല, അവർ കള്ളും സാധനം കഴിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ദേവൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അല്ലാതെ വെളുത്തോണ്ടല്ലേട്ടാ. അപ്പൊ ടെൻഷൻ ഇല്ലാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സുരറ്റൻസിസ്, എട്രോപ്ലസ് സുരറ്റൻസിസ്. ഇനി അടുത്തൊരാളുണ്ട്, പാപ്പിലിയോ ബുദ്ധ. ആരായിരിക്കും പാപ്പിലിയോ ബുദ്ധ? പാപ്പിലിയോ ബുദ്ധ ബുദ്ധമയൂരി. എളുപ്പമല്ലേ? ശലഭമാണ് പാപ്പിലിയോ ബുദ്ധ. അടുത്തത് ആരാ? മറ്റൊന്ന് പശുവിന്റെ പേരാണ് ബോസ് ടോറസ്. നിങ്ങൾ ആലോചിക്കുക, വലിയൊരു ടോറസിന്റെ വണ്ടിയിൽ നിറച്ച് പശുക്കൾ ഇങ്ങനെ വരികയാണ്. വലിയൊരു ടോറസ് ലോറി, അതിലിങ്ങനെ നിറച്ച് പശുക്കളെ കയറ്റി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ബോസ് ടോറസ് പശുവാണ്. പാപ്പിലിയോ ബുദ്ധ ഏതാണ്? പാപ്പിലിയോ ബുദ്ധ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. എട്രോപ്ലസ് സുരറ്റൻസിസ് ഏതാണ്? കരിമീനാണ്. അതുപോലെ തന്നെ കാസിയ ഫിസ്റ്റുല, കാശ് ഫസ്റ്റ് കണിക്കൊന്ന. കൊക്കോസ് ന്യൂസിഫറ തെങ്ങ്. അതുപോലെ തന്നെ പാവോ ക്രിസ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പാവം മയിലിന്റെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എലിഫസ് മാക്സിമസും ഹോമോസാപ്പിയൻസും. ഇനിയുണ്ട് ഒരു ഭാഗം, മറ്റൊരു ഭാഗമുണ്ട്. മറ്റൊരു ഭാഗവും ചോദിക്കാറുണ്ട്. നമുക്ക് ആ ഭാഗത്തെ ഒന്ന് എടുക്കാം. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട എന്ത് കഴിഞ്ഞു? വളരെ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞു. ഏതിൻ്റെ? പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞു. ഏതിൻ്റെ ഭാഗം കഴിഞ്ഞു? ഈ ശാസ്ത്രീയ നാമങ്ങളുടെ. പിന്നെ ചെറിയൊരു ഭാഗം കൂടി നമുക്ക് തീർക്കാനുള്ളൂ. അത് ആ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട്, പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഇനി നോക്കൂ, മറ്റൊന്നാണ് വരയാടിനെ കുറിച്ച് കാക്ക ചോദിച്ചിട്ടുണ്ട്. കാക്ക ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കോർവസ് സ്പ്ലെൻഡൻസ്. പ്ലെന്റി എന്നോർക്കുക. കാക്കയ്ക്ക് പഞ്ഞുണ്ടോ നാട്ടില്? കാക്ക ഉണ്ടാക്കുന്ന ശബ്ദം എന്താ? ക്രോ ക്രോ ക്രോ. അവിടെ ഉണ്ട് കോർവസ്. പിന്നെന്താണ്? സ്പ്ലെൻഡൻസ്. പ്ലെന്റി ആയിട്ടുള്ള കാക്ക ഉണ്ട്. ക്രോ ക്രോ എന്ന് പറയുകയാണ്. വരയാടിനെ എവിടെ കാണുക? നമുക്കറിയാം, നീലഗിരിയിലാണ്. നീലഗിരി ട്രാഗസ്. നീലഗിരിക്ക് ട്രാവൽസ് പോയാൽ അവിടെ നിങ്ങൾക്ക് നീലഗിരി ട്രാഗസിനെ കാണാം. അതുപോലെ തന്നെ അതിനൊപ്പം ഒന്നുകൂടിയുണ്ട് നീലഗിരി താറിന്. നീലഗിരി താർ എന്നും കൂടിയാണ് പറയുക. ഹൈലോക്രിയസ്. ഓക്കെ. നായക്ക് എന്താ പറയുക? നായ കാനിസ് ആണ്. കാനിസ് ഫാമിലിയാരിസ്. നായ വളരെ ഫാമിലിയാരിസ് അല്ലേ നായ? മനുഷ്യനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ജീവിയല്ലേ നായ? അതുകൊണ്ട് മനുഷ്യന് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നല്ലേ നായ എന്ന് പറഞ്ഞാൽ? നായയാണെങ്കിൽ നല്ല കണ്ണിങ്ങുമാണ്. അപ്പൊ കാനിസ് ഫെമിലിയാരിസ്. എന്നാൽ ചെന്നായയോ ഇതേ വർഗത്തിലാ. കാനിസ് എന്ന് പറയുന്ന ജെനിസിസിലാണ്, പക്ഷേ ലൂപ്പസ് ആണ്. പക്ഷേ എന്താണ്? ലൂപ്പസ് ആണ്. ഇനി പൂച്ചയോ കാറ്റസ് ആണ്. ഏതാണ് ഫാമിലി? ഫെലിസ് എന്നുള്ള ഫാമിലിയിലാണ് മൂപ്പര് പൂച്ച. ഫെലിസ് കാറ്റസ്. പൂച്ച വരുന്നത് ഫെലിസ് കാറ്റസിലാണ്. പാതാള തവള എന്നൊരു പേരുണ്ട് അല്ലേ? പാതാള തവള എന്ന് പറഞ്ഞാൽ അതിന് പന്നിമൂക്കൻ, പിഗ്നോസ് എന്നും പേരുണ്ട്. പന്നിമൂക്കൻ തവള, പാതാള തവള, അല്ലെങ്കിൽ പർപ്പിൾ ഫ്രോഗ് എന്ന് പറയും. ഭൂമിക്ക് അടിയിലാണ് മൂപ്പരുടെ താമസം. അതിനാ പന്നിമൂക്കൻ എന്നുള്ളതിന് നാസിക വന്നു. പന്നി എന്നുള്ളതിന് ബെട്രാക്കസ് എന്നും പറയുന്നുണ്ട്. സഹ്യാദ്രിയിലാണ് ഇതിനെ കാണുക. അപ്പൊ നാസിക, ബെട്രാക്കസ്, സഹ്യാദ്രിൻസിസ്. പന്നി മൂക്കനാണ്, അതുകൊണ്ട് നാസിക വന്നിട്ടുണ്ട്. സഹ്യാദ്രിയിലാണ് കാണുക. പാതാളത്തവള. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ പാതാളത്തവളനെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ചില കാര്യമുണ്ട്. ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? അദ്ദേഹമാണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്ത ഒരാൾ. ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബൈജു ആണ്.
എവിടെയാ ഈ തവളനെ, ഈ പാതാള തവളയെ കാണുന്ന, പന്നിമൂക്കനെ കാണുന്ന, മാവേലി തവളയെ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് സഹ്യാദ്രിയിലാണ്. ഇന്ത്യയിലെ സഹ്യാദ്രിയിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ? അത് ഓർക്കണം. പാതാള തവള, പർപ്പിൾ ഫ്രോക്ക് എന്ന് പറയുന്നത് അല്ലേ, പശ്ചിമഘട്ടത്തിലാണ്, സഹ്യാദ്രിയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി കണ്ടെത്തിയത് ബൈജു അല്ല, ബിജു ആണ്. അതുകൊണ്ട് തന്നെ ബിജു തവളയുമായി നന്നായി പഠനം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തില് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഇത് മണ്ണിനടിയിലായിരിക്കും എന്ന് ഓർത്തിരിക്കണം നിങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യുൽപാദനത്തിന് മാത്രമാണ് വർഷത്തിലൊരിക്കൽ മൺസൂൺ കാലത്ത് മൂപ്പര് പുറത്തിറങ്ങുക. മൺസൂൺ കാലത്താണ് പുറത്തിറങ്ങുക. ഇതിന്റെ അടുത്ത ബന്ധുക്കള് എവിടെ കാണാമറിയോ? ഒരു ദ്വീപിൽ കാണാം. അത് ഏതാണ്? സീഷെൽസ് ഐലൻഡ്. അതുകൊണ്ട് അത് ചോദിക്കും. സീഷെൽ ഐലൻഡിനെയാണ് ഐലൻഡിൽ ഇതിനെ കാണാം. അതിന്റെ അർത്ഥം എന്താ? ഈ കേരളം അടങ്ങുന്ന ഭൂപ്രദേശവും സീഷെൽ ഐലൻഡും തമ്മിൽ പണ്ടെന്തോ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? ഗോണ്ടാനയുടെ ഭാഗമായിരുന്നു നമ്മൾ രണ്ടാളും. പിന്നീട് രണ്ട് വൻകരകളായിട്ട് നമ്മൾ പടർന്നു പോയതാണ്. ഈ സീഷെൽ ഐലൻഡും കേരളം അടക്കുന്ന ഭൂമിയും ആ ഗോണ്ടാനയുടെ ഭാഗമായിരുന്നു, പണ്ടത്തെ ഭൂഖണ്ഡം. പിന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ വൻകരകളായി മാറുക. ഇത് റെഡ് ബുക്കിൽപ്പെട്ട, അതായത് IUCNന്റെ റെഡ് ബുക്ക്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെ നമ്മൾ റെഡ് ബുക്കിലാണ് ഉൾപ്പെടുത്തുക. റെഡ് ബുക്കിൽ ഉൾപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോ വർഗീകരണത്തെ കുറിച്ച് പഠിച്ചല്ലോ. ഇനി നമുക്ക് വൈറസുകളെ കുറിച്ചൊരു പാഠഭാഗം ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗം കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കിയാൽ, 2 പോയിന്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു. വൈറസുകളെ കുറിച്ച് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. നോക്കൂ, 8ാം ക്ലാസ്സിലെ ഈ പാഠത്തിൽ വൈറസിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം നോക്കാം നമുക്ക്. ഞാനൊന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യാം. നോക്കൂ, ഇങ്ങനെ ബോക്സിലിട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും പഠിക്കുമ്പോൾ. ഞാൻ അതൊന്നൊക്കെയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കി തരുന്നത്. ഇവിടെ ബോക്സ് ആണ്. ഇതൊന്ന് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. പിടി തരില്ല ഞാൻ. ആരെ കുറിച്ചിട്ടാണ് പറയണത്? വൈറസിനെ കുറിച്ചിട്ടാണ്. കോശമില്ല. നമുക്കൊക്കെ കോശമുണ്ട്, പക്ഷെ വൈറസിന് കോശമില്ല. ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രം. അപ്പൊ വൈറസിന് എന്തു മാത്രമേ ഉള്ളൂ? കോശമില്ല. ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമാണ് വൈറസിനുള്ളത്. ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമാണ് ആർക്കുള്ളത്? വൈറസിനുള്ളത്. ഓർക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ജനിതക വസ്തുവും കോശമില്ല. പല മാരക രോഗങ്ങളുടെയും കാരണക്കാരനാണ്. ജീവകോശത്തിലെത്തിക്കഴിഞ്ഞാൽ, സാധാരണ കോശത്തിലല്ല, ജീവകോശത്തിലെത്തിക്കഴിഞ്ഞാൽ മാത്രമേ ജീവിക്കാനാവൂ. അതുവരെ ജീവല്ല. വൈറസിന്റെ പ്രത്യേകത, അതിന് കോശമില്ല, പക്ഷെ ജനിതക വസ്തുവുണ്ട്, പ്രോട്ടീൻ കവചമുണ്ട്. നമ്മുടെ ജീവികളുടെ കോശത്തിലെത്തിയാലേ എനിക്ക് ജീവിക്കാനാവൂ. കോശത്തിന് വെളിയിൽ ഞാൻ നിർജീവമാണ്. ഇനിയോ ആതിഥേയ കോശത്തിലെത്തിയാൽ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകി ആ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന് പുതിയ കോശങ്ങളിൽ പ്രവേശിക്കും. ഇപ്പൊ വൈറസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വൈറസിന് കോശമില്ല, ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവുമാണുള്ളത്. ജീവകോശങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ മൂപ്പര് പെരുകാൻ തുടങ്ങും. അപ്പോഴേ മൂപ്പര് സജീവമാകൂ. ജീവകോശത്തിന് വെളിയിൽ മൂപ്പര് നിർജീവമാണ്. ജീവകോശത്തിന് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ച് പെരുകി പുറത്തേക്ക് വരും, ആ കോശത്തെ നശിപ്പിച്ച്, എന്നിട്ട് മറ്റു കോശങ്ങളിലേക്കും ബാധിക്കും. ഓക്കെ, അപ്പൊ ആ കോശങ്ങളെയും ബാക്ടീരിയനെയും കുറിച്ചുള്ള ഒരു വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കണം. അത് പരീക്ഷയ്ക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോവാം. ഓക്കെ, ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് പോവാം. ഒരു മിനിറ്റ്. കേട്ടോ. ആ വ്യത്യാസം ഞാൻ ടേബിൾ ആക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തരാം. എന്തെല്ലാമാണ് ആ വ്യത്യാസം എന്നുള്ളത്.
അപ്പോൾ കോശമുണ്ടോ? ഇപ്പൊ നമ്മൾ ആദ്യം പറയണത് ആരെ കുറിച്ചിട്ടാണ്? നമ്മൾ വൈറസിനെ കുറിച്ച് ചോദിച്ചാൽ അതിന് കോശമില്ല, വൈറസിന് കോശമില്ല, നോ സെൽ, ജനിതവും പ്രോട്ടീൻ കവചവും മാത്രം. എന്നാൽ ബാക്ടീരിയയോ? ബാക്ടീരിയ ഏകകോശ ജീവികളാണ്. ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? ഏകകോശ ജീവികളാണ്. മറ്റതിന് കോശമില്ല, എന്ത് മാത്രമേ ഉള്ളൂ? ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമാണ് ഉള്ളത്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി മറ്റൊരു പ്രത്യേകത എന്താ? മറ്റത് അതിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റതല്ല, 2-3 പ്രത്യേകതകളുണ്ട്. കോശത്തിൻ്റെ വെളിയിൽ അതിന് ജീവിതമില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് വൈറസിന്. പക്ഷേ അങ്ങനെയല്ല ബാക്ടീരിയക്കുള്ള സ്ഥിതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമാണ് മൂപ്പർക്കുള്ളത്. എന്നാൽ ബാക്ടീരിയക്കോ? ഇത് വൈറസ് ആണ്, ഇത് ബാക്ടീരിയയാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശമാണ്. ബാക്ടീരിയക്ക് കോശമുണ്ട്, പക്ഷെ അതിന് ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ലാത്ത കോശമാണ്. അതിനെ പ്രോകാരിയോട്ടിക് എന്ന് പറയും. ന്യൂക്ലിയസ് ഇല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രോകാരിയോട്ടിക്. അപ്പോൾ ബാക്ടീരിയക്ക് കോശമുണ്ട്, എങ്ങനെയാണ്? ഏകകോശമാണ്, പക്ഷെ അതിന് ന്യൂക്ലിയസ് ഇല്ല, അതുകൊണ്ട് അത് പ്രോകാരിയോട്ടിക് ആണ് എന്ന് ഓർക്കുക. ഇനി സ്വഭാവം, ജീവകോശത്തിന് വെളിയിൽ നിർജീവമാണ്, എന്നാൽ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും. ഇതിന് ബാക്ടീരിയക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും, ഓർക്കുക. ഇനി അടുത്തതോ, കിങ്ഡം ഏതാണ്? വർഗീകരണത്തിൽ കോശമില്ലാത്തതിനാൽ ഉൾപ്പെടുന്നില്ല. ബാക്ടീരിയയുടെ കോശം ഒഴിച്ചാൽ മോനിറയാണ്. ഏതാണ് ബാക്ടീരിയയുടെ കോശം? മോനിറ. പ്രത്യുൽപാദനമോ? ജീവകോശത്തിനുള്ളിൽ മാത്രം അത് പെറ്റുപെരുകും, അത് വർദ്ധിക്കും. പക്ഷേ ഇവിടെ സ്വതന്ത്രമായി വിഭജിക്കും. ബാക്ടീരിയ വിഭജിച്ചു വളരും. സോ ബാക്ടീരിയയും വൈറസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ബാക്ടീരിയക്ക് കോശമുണ്ട്, എന്നാൽ വൈറസിന് കോശമില്ല. വൈറസിന് ആകെയുള്ളത് എന്താണ്? ജനിതക പദാർത്ഥങ്ങളുമുണ്ട്, പ്രോട്ടീൻ കവചവുമുണ്ട്. അതേസമയം ബാക്ടീരിയക്ക് കോശമുണ്ട്. പക്ഷെ ബാക്ടീരിയയുടെ കോശത്തിൽ ന്യൂക്ലിയസ് ഇല്ല. ബാക്ടീരിയ ഒരു ഏകകോശ ജീവിയാണ്, ഒരു ഏകകോശമാണ് ബാക്ടീരിയ. അതുകൊണ്ട് തന്നെ ആ ബാക്ടീരിയയുടെ കോശത്തിൽ ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് അത് പ്രൊക്കാരിയോട്സ് ആണ്. വൈറസ് പുറത്ത് അതിന് നിലനിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും ജീവകോശത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ടേ പെറ്റുപെരുകാൻ പറ്റുള്ളൂ. പക്ഷെ ബാക്ടീരിയ സ്വതന്ത്രമായിട്ട് വിഭജിക്കും. ഇതാണ് ബാക്ടീരിയയും കോശവും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ പാഠത്തിലാണ് പലപ്പോഴും ഹിസ്റ്ററിയുടെ ഭാഗത്താണ് ചോദിക്കാറ്, ഹോർത്തുസ് മലബാറിക്കസിനെ കുറിച്ച് പറയാറുണ്ട്. എന്താണ് ഈ പാഠഭാഗത്തിൽ ഹോർത്തുസ് മലബാറിക്കസിനെ കുറിച്ച് പറയാനുള്ള കാരണം? നമുക്കറിയാം, കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലേ? കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ്. ലത്തീൻ ഭാഷയിലാണ്. ഡച്ചുകാരാണ് അല്ലെ? ഡച്ചുകാരുടെ ഏറ്റവും വലിയ സമ്പത്താണ് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഹോർത്തുസ് മലബാറിക്കസ്. കാൾ ലിന്നയേഴ്സ് നമുക്കറിയാലോ. നമ്മുടെ എന്തായിരുന്നു? കാൾ ലിന്നയേഴ്സിന് വളരെയധികം നമ്മുടെ വർഗീകരണത്തിന്റെ പിതാവ്, അദ്ദേഹം റെഫർ ചെയ്തൊരു ബുക്കായിരുന്നു ഇത്. അത്രമാത്രം പ്രാധാന്യമുള്ള ബുക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇദ്ദേഹത്തിൽ നമുക്കറിയാം, ഇത് അഡ്മിറൽ വാൻ റീഡ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ കൂടിയത്. അഡ്മിറൽ വാൻ റീഡ്. ആരുടെ സഹായം? അത് പറയുന്നു കൊല്ലത്തെ ഇട്ടി അച്യുതൻ വൈദ്യർ. അതുപോലെ തന്നെ രംഗഭട്ട്, വിനായക ഭട്ട്. ഈ പേരൊക്കെ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരീക്ഷയ്ക്ക് വന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്, അപ്പുഭട്ട്, ഇതൊക്കെ ഈ ഹോർത്തുസ് മലബാറിക്കസിനെ രൂപപ്പെടുത്താൻ അതിന് സഹായിച്ചിട്ടുണ്ട്, വിവരങ്ങൾ നൽകി സഹായിച്ചവരാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രന്ഥമാണ് ലത്തീൻ ഭാഷയിലാണെങ്കിലും ഈ ഗ്രന്ഥരചനയ്ക്കായിട്ടാണ് മലയാള ലിപികൾ ആദ്യമായിട്ട് അച്ചടിച്ചത്. മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം കൂടിയാണ്.
ഇപ്പൊ കാൾ ലിനേയസ് തൻ്റെ റെഫറൻസ് ആയിട്ട് വളരെയധികം പരിഗണിച്ച ഒരു പുസ്തകം കൂടിയായിരുന്നു ഇത് എന്നോർക്കുക, റെഫറൻസിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. എൻ്റെ ലാസ്റ്റ് 2-3 പോയിന്റ് കൂടി ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ടതാണ്. രോഗവാഹകരായ ഷഡ്പദങ്ങളെ കുറിച്ച് ചോദിക്കും. അത് നിങ്ങൾക്ക് പല തവണയാണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത് നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. രോഗവാഹകരായ ഷഡ്പദങ്ങൾ. ആ രോഗവാഹകരായിട്ടുള്ള ഷഡ്പദം, രോഗവാഹകരായ ഷഡ്പദം ഏതൊക്കെയാ? രോഗവാഹകരായ ഷഡ്പദം ഞാൻ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ടേബിൾ കാണിക്കാം. ടേബിൾ ആവുമ്പോൾ നിങ്ങൾക്കൊന്ന് ഷഡ്പദം എന്ന് പറഞ്ഞാൽ അവിടെ കീടനേളൂട്ടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷഡ്പദമല്ല. അതിൽ കീടങ്ങളാണ് പറയുന്നത്. അനോഫലസ് കൊതുകൾ. അനോഫലസ് കൊതുക് എന്താ ഉണ്ടാക്കുന്നത്? മലമ്പനി. അനോഫലസ് മോസ്കിറ്റോ, മലമ്പനി ഉണ്ടാക്കുന്നത് അനോഫലസ് കൊതുകാണ്, അറിയാലോ. അനോഫലസ് കൊതുകുകളാണ് മലമ്പനി അഥവാ മലേറിയ ഉണ്ടാക്കുന്നത്. ഈഡിസ് ഈജിപ്തി കൊതുക്, ഈഡിസ് ഈജിപ്തി ഉണ്ടാക്കുന്നത് ഡെങ്കിപ്പനിയാണ്, ചോദിക്കാറുണ്ട്. ഈഡിസ് ഈജിപ്തി ഉണ്ടാക്കുന്നത് ഏതാണ്? ഡെങ്കിപ്പനി. ക്യൂലെക്സ് കൊതുകുകൾ മന്ത് ഫിലാരിയാസിസ്. ജപ്പാൻ ജ്വരം ഉണ്ടാക്കുന്നു, അതുപോലെ മന്ത് ഉണ്ടാക്കുന്നു. മറ്റൊരു പ്രധാനിയാണ് ഈച്ച. എന്ത് ഈച്ച? ഹൗസ് ഫ്ലൈ. കോളറ ഉണ്ടാക്കുന്നു, കോളറ ടൈഫോയിഡ്. മണലീച്ച, അത് കാല അസർ അഥവാ കരിമ്പനി ഉണ്ടാക്കുന്നു. അപ്പോൾ മണലീച്ച അഥവാ സാൻഡ് ഫ്ലൈ, കരിമ്പനി അഥവാ കാല അസർ. സാധാരണ ഈച്ച കോളറ, ക്യൂലെക്സ് കൊത് മന്ത് ഫിലാരിയസ്, ക്യൂലെക്സ് കൊതുകൾ മന്ത് ഫിലാരിയസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മന്ത് ഫിലാരിയസ്. അതുപോലെ തന്നെയാണ് ഏതെന്ന് പറയുന്നത്? ഈഡിസ് ഈജിപ്തി, ഡെങ്കിപ്പനിയും ഉണ്ടാക്കുന്ന കൊതുകുകളാണ്, ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി കഴിഞ്ഞു. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ, ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് വളരെ ഗുണമായി എന്ന് കരുതുന്നു. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ് വീണ്ടും കൂടുതൽ ഡീറ്റെയിൽസ് ആയി വരാം. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചാൽ ആ ഒരു ഭാഗം തീർന്നോട്ടെ. ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ഭാഗമുണ്ട് യഥാർത്ഥത്തിൽ. ഏതാണത്? അത് സ്വപോഷികളും പരപോഷികളുമായി ബന്ധപ്പെട്ട അടുത്ത പാടുണ്ട്, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ശരിക്കും. പക്ഷെ ഞാനത് വലിയ ലെങ്തി ആവുന്നുള്ളതുകൊണ്ടാണ് അത് മറ്റൊരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. നമ്മുടെ ക്ലാസ്സുകൾ പോകുന്ന ഒരു ചോദ്യം എടുക്കുന്നു, ആ ചോദ്യത്തിൽ നിന്ന് കണക്റ്റഡ് ഫാക്ട്സ്, ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ വന്ന മറ്റു ചോദ്യങ്ങൾ സാധ്യതയുള്ളതൊക്കെ കണക്ട് ചെയ്തിട്ടാണ്. ഇതിൻ്റെ നോട്ട് അതുപോലെ തന്നെ എക്സാം ഒക്കെ നിങ്ങൾക്ക് തുടർ ദിവസങ്ങളിൽ പിറ്റേ ദിവസം തന്നെ ലഭിക്കും. അതിന് നമ്മുടെ ടെലിഗ്രാം ചാനൽ ചെയ്യുക. ചോദ്യം ഇതിൽ നിന്നുള്ള ക്വിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് പെയ്ഡ് കോഴ്സുകളുണ്ട്. പെയ്ഡ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എവിടെ ലഭിക്കും? നമ്മുടെ ആപ്പിൽ തന്നെ, അല്ല മറ്റേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലഭിക്കും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിലും ചേരാം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.